സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു അവിയൽ റെസിപ്പിയാണ് കേട്ടോ. അവിയൽ പൊതുവെ ഈസി ആണെന്നറിയാം, അതിലും ഈസി ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പാത്രം, നമ്മൾ അവിയൽ ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിലേക്ക് പച്ചക്കറികൾ മൊത്തമായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാം. അവിയലിലേക്ക് എല്ലാ പച്ചക്കറികളും പറ്റും എന്നുള്ളത് അറിയാലോ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സാധനമാണ് ചേനയും കുമ്പളങ്ങയും. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതായത് ഈ പച്ചക്കറികൾക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഈ പച്ചക്കറികൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. തവി യൂസ് ചെയ്യുന്നവർക്ക് തവി യൂസ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. നന്നായി മിക്സായി എന്ന് തോന്നുമ്പോൾ നമുക്ക് തീ ഓണാക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ച് വെക്കാം. അപ്പോൾ വെള്ളം നന്നായി വറ്റിയതിന് ശേഷം വേവ് പോരാൻ തോന്നുകയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചെടുക്കാം. ചില ആളുകൾ ചെയ്യാറുണ്ട്, അല്പം കൂടുതൽ വെള്ളം വെച്ച് പച്ചക്കറി നല്ലോണം വെന്തു എന്ന് തോന്നുമ്പോൾ ബാക്കിയുള്ള വെള്ളം, എക്സസ് ആയിട്ടുള്ള വെള്ളം ഊറ്റിക്കളയുന്നത്, അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പ്, അതിനായിട്ട് അരമുറി തേങ്ങ, അല്പം ജീരകം, പിന്നെ ചുമന്നുള്ളി, ഒരു 4-5 വലിയ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 പച്ചമുളക് മുറിച്ചിട്ട് ഇത്രയും തമ്മിൽ നന്നായി ഒന്ന് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക. ഏകദേശം ഈ സമയമാകുമ്പോഴത്തേക്കും പച്ചക്കറി ഒരു 1/4 വേവോളം ആയിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി തവി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം ഒന്ന് മാറിക്കിട്ടണം. അപ്പം നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടെ അടച്ചു വെക്കുക. അപ്പോൾ തേങ്ങയുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് മിക്സായി. ഈ സമയത്ത് ബാക്കി കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പച്ചക്കറി വേവാനുള്ള ആ ഒരു ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ തേങ്ങയുടെ അല്ലെങ്കിൽ അരപ്പിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം പുളിയുള്ള തൈരാണ് ഇതിന് നല്ലതെന്ന് അറിയാലോ. അപ്പം പുളി കുറവാണെങ്കിൽ തൈരിൻ്റെ കണ്ടന്റ് കുറച്ച് കൂടുതലാക്കിയാൽ മതി. ഇനി നേരെ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണമൊക്കെ നല്ലോണം അതിനകത്ത് മിക്സ് ആവും. എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കുന്ന ആ സമയമാകുമ്പോൾ അത് തുറന്നെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.